ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നിയമനങ്ങളെക്കുറിച്ചും ഭരണഘടന പദവികളെക്കുറിച്ചും നോക്കാം ഇന്നത്തെ വീഡിയോയിൽ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി 15ാമത്തെ രാഷ്ട്രപതിയായിട്ടുള്ള ദ്രൗപദി മുർമു ആണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായിട്ടുള്ളത് CP രാധാകൃഷ്ണനാണ്. അദ്ദേഹവും 15ാമത്തെ ഉപരാഷ്ട്രപതിയായിട്ടാണ് ഇന്ത്യയിൽ സേവനമനുഷ്ഠിക്കുന്നത്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. അദ്ദേഹം 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടാണ് സേവനം ചെയ്യുന്നത്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ഇപ്പോഴത്തെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ്. രാജ്യസഭയുടെ അധ്യക്ഷനായിട്ടുള്ളത് CP രാധാകൃഷ്ണൻ തന്നെയാണ്. അതായത് ഉപരാഷ്ട്രപതിയായിട്ടുള്ള CP രാധാകൃഷ്ണൻ തന്നെയാണ് രാജ്യസഭ അധ്യക്ഷനായിട്ടും ചുമതലയിൽ ഉള്ളത്. രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ ഹരിവംശ് നാരായൺ സിംഗ് ആണ്. രാജ്യസഭയുടെ അധ്യക്ഷനായിട്ട് ചുമതലയിൽ ഉള്ളത് ഹരിവംശ് നാരായണൻ സിംഗ് ആണ്. രാജ്യസഭയുടെ കക്ഷി നേതാവായിട്ടുള്ളത് ജഗത് പ്രകാശ് നദ്ദ. രാജ്യസഭാ കക്ഷി നേതാവ് ജഗത് പ്രകാശ് നദ്ദ. രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ പദവി വഹിക്കുന്നത് PC മോദിയാണ്, അഥവാ പ്രമോദ് ചന്ദ്ര മോദിയാണ് രാജ്യസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ സ്ഥാനം വഹിക്കുന്നത്. രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ. രാജ്യസഭാ പ്രതിപക്ഷ നേതാവായിട്ടുള്ളത് മല്ലികാർജുൻ ഖാർഗെയാണ്. രാജ്യസഭയുടെ ഉപനേതാവായിട്ട് ചുമതലയിൽ നിർമ്മല സീതാരാമനാണ് ഉള്ളത്. രാജ്യസഭയുടെ ഉപനേതാവ് നിർമ്മല സീതാരാമൻ. ലോക്സഭയുടെ സെക്രട്ടറി ജനറൽ ആരാണ്? ഉത്പൽ കുമാർ സിംഗ്. ലോക്സഭാ സെക്രട്ടറി ജനറൽ ആയിട്ട് ചുമതലയിൽ ഉള്ളത് ഉത്പൽ കുമാർ സിംഗ് ആണ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അടുത്തതായിട്ട് സെക്രട്ടറിമാരെ കുറിച്ചും ഉപദേശകരെ കുറിച്ചും നോക്കാം. ഇന്ത്യയുടെ ഇപ്പോഴത്തെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ വിദേശകാര്യ സെക്രട്ടറി ആയിട്ട് ചുമതലയേറ്റിട്ടുള്ളത്. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹനാണ് ഇന്ത്യയുടെ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ആയിട്ടുള്ളത്. ക്യാബിനറ്റ് സെക്രട്ടറി ആയിട്ട് TV സോമനാഥിനാണ് ക്യാബിനറ്റ് സെക്രട്ടറി പദവി ഉള്ളത്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രതിരോധ സെക്രട്ടറി ആയിട്ടുള്ളത് രാജേഷ് കുമാർ സിംഗ് ആണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രതിരോധ സെക്രട്ടറി ആയിട്ടുള്ളത്. ഇന്ത്യയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി PK മിശ്ര പ്രിൻസിപ്പൽ സെക്രട്ടറി ചുമതല വഹിക്കുന്നു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ളത് അജിത് ഡോവലിനാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ ചുമതല കൊടുത്തിട്ടുള്ളത്. ഗവൺമെന്റിന്റെ പ്രിൻസിപ്പൽ സ്പോക്സ് പേഴ്സൺ ആയിട്ട് ധീരേന്ദ്ര ഓജയ്ക്കാണ് ചുമതലയുള്ളത്. ധീരേന്ദ്ര ഓജയാണ് ഗവൺമെന്റിന്റെ പ്രിൻസിപ്പൽ സ്പോക്സ് പേഴ്സൺ ആയിട്ട് ചുമതല വഹിക്കുന്നത്. ഇന്ത്യയിലെ പ്രഥമ വനിതാ നിയമ സെക്രട്ടറി ആയിട്ടുള്ളത് അഞ്ജു രതി റാണയ്ക്കാണ് ഇന്ത്യയുടെ പ്രഥമ വനിതാ നിയമ സെക്രട്ടറി ചുമതല ഉള്ളത്. ആദ്യത്തെ വനിതാ നിയമ സെക്രട്ടറി അഞ്ജു രതി റാണ. അടുത്തത് പ്രധാനപ്പെട്ട കമ്മീഷനുകളും അല്ലെങ്കിൽ അതോറിറ്റികളെ കുറിച്ചും അതിന്റെ ചുമതല വഹിക്കുന്നവരെ നോക്കാം. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആയിട്ടുള്ളത് രാജ്കുമാർ ഗോയൽ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചുമതല ഗ്യാനേഷ് കുമാറിനാണ്. 26ാമത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ഗ്യാനേഷ് കുമാർ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആയിട്ടുള്ളത് ജസ്റ്റിസ് V രാമസുബ്രഹ്മണ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് V രാമസുബ്രഹ്മണ്യനാണ്. 9ാമത്തെ വ്യക്തിയായിട്ടാണ് ജസ്റ്റിസ് V രാമസുബ്രഹ്മണ്യൻ ചുമതലയിൽ ഏറ്റിട്ടുള്ളത്. ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ വിജയ് കിഷോർ രഹത്കർ.
ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ് കിഷോർ രഹത്തുകാർ. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ചെയർമാൻ കിഷോർ മക്വാനയാണ്. 7ാമത്തെ പട്ടികജാതി കമ്മീഷൻ ചെയർമാനായിട്ടാണ് കിഷോർ മക്വാന ചുമതലയിൽ ഉള്ളത്. പട്ടികവർഗ കമ്മീഷന്റെ ചെയർമാനായിട്ടുള്ളത് അന്തർ സിംഗ് ആര്യ. അദ്ദേഹവും 7ാമത്തെ പട്ടികവർഗ കമ്മീഷന്റെ ചെയർമാനായിട്ടാണ് ഇപ്പോൾ ചുമതലയിൽ ഉള്ളത്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എസ് ഇക്ബാൽ സിംഗ് ലാൽപുരയാണ്. എസ് ഇക്ബാൽ സിംഗ് ലാൽപുരയ്ക്കാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം ആയിട്ട് ഇപ്പോൾ ഉള്ളത്. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ സ്വാതി നിരഞ്ജൻ ജ്യോതിക്കാണ്. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ചെയർമാൻ സ്വാതി നിരഞ്ജൻ ജ്യോതി. ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനമുള്ളത് തൃപ്തി ഗുർഹയ്ക്കാണ്. തൃപ്തി ഗുർഹയ്ക്കാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം ഇപ്പോൾ ഉള്ളത്. ദേശീയ മെഡിക്കൽ കമ്മീഷൻ ചെയർമാൻ BN ഗംഗാധർ. BN ഗംഗാധരനാണ് ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ ചെയർമാൻ സ്ഥാനം ഇപ്പോൾ ഉള്ളത്. BN ഗംഗാധർ ദേശീയ മെഡിക്കൽ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം ഇപ്പോൾ വഹിക്കുന്നു. ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായിട്ടുള്ളത് അരവിന്ദ് പനഗരിയാണ്. അരവിന്ദ് പനഗരിയയ്ക്ക് 16ാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ സ്ഥാനമായിട്ടാണ് ഇപ്പോൾ വഹിക്കുന്നത്. അരവിന്ദ് പനഗരിയ ദേശീയ വനിതാ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ സ്ഥാനമാണ് ഇപ്പോൾ വഹിക്കുന്നത്. ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ 16ാമത്തെ വ്യക്തി. അടുത്തതായി ലോ കമ്മീഷന്റെ ചെയർമാൻ 23ാമത്തെ വ്യക്തിയായിട്ടുള്ളത് ദിനേശ് മഹേശ്വരിയാണ്. 23ാമത് ലോ കമ്മീഷൻ ചെയർമാൻ ദിനേശ് മഹേശ്വരി. നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ സുമൻ കെ ബെറിയാണ്. നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ സുമൻ കെ ബെറി. നീതി ആയോഗിന്റെ ഇടക്കാല CEO ആയിട്ട് ചുമതലയുള്ളത് നിധി ചിബ്ബർ. നീതി ആയോഗിന്റെ ഇടക്കാല CEO നിധി ചിബ്ബറാണ്. നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ സുമൻ കെ ബെറിയാണ്. വിദ്യാഭ്യാസവും ഗവേഷണവുമായിട്ടുള്ള മേഖലയിൽ നോക്കാം. ഇന്ത്യയുടെ UPSC ചെയർമാനായിട്ട് ഇപ്പോൾ ഉള്ളത്, അതായത് 37ാമത് UPSC ചെയർമാൻ ഡോക്ടർ അജയ് കുമാറാണ്. ഡോക്ടർ അജയ് കുമാറിനാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ 37ാമത് UPSC ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത്. SSCയുടെ ചെയർമാനായിട്ടുള്ളത് S ഗോപാലകൃഷ്ണൻ. SSC ചെയർമാൻ S ഗോപാലകൃഷ്ണനാണ്. UGCയുടെ ചെയർമാനായിട്ടുള്ളത് വിനീത് ജോഷി. വിനീത് ജോഷിയാണ് UGC ചെയർമാൻ സ്ഥാനം ഇപ്പോൾ വഹിക്കുന്നത്. NCERTയുടെ ഡയറക്ടറായിട്ടുള്ളത് ദിനേശ് പ്രസാദ് സക്ലാനി ആണ്. NCERT ഡയറക്ടർ സ്ഥാനം ദിനേശ് പ്രസാദ് സക്ലാനി. CBSEയുടെ ചെയർമാനായിട്ട് സ്ഥാനം വഹിക്കുന്നത് രാഹുൽ സിംഗ് ആണ്. CBSE ചെയർമാൻ രാഹുൽ സിംഗ്. NAAC അതായത് NAACന്റെ ചെയർമാനായിട്ടുള്ളത് പ്രൊഫസർ അനിൽ സഹസ്രബുദ്ധയാണ്. പ്രൊഫസർ അനിൽ സഹസ്രബുദ്ധയാണ് ഇപ്പോഴത്തെ NAACന്റെ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത്. NTA ചെയർമാനായിട്ടുള്ളത് അഭിഷേക് സിംഗുമാണ്. NTAയുടെ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത് അഭിഷേക് സിംഗ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ISRO ചെയർമാൻ V നാരായണനാണ്. ഇപ്പോഴത്തെ ISRO ചെയർമാൻ 11ാമത്തെ വ്യക്തിയായിട്ടുള്ള V നാരായണനാണ് ISRO ചെയർമാൻ സ്ഥാനം ഇപ്പോൾ വഹിക്കുന്നത്. അദ്ദേഹം 11ാമത്തെ വ്യക്തിയായിട്ടാണ് ISRO ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത്. ഇന്ത്യയുടെ ഇപ്പോൾ VSSC ഡയറക്ടറായിട്ട് സ്ഥാനം വഹിക്കുന്നത് ഡോക്ടർ A രാജരാജൻ. ഡോക്ടർ A രാജരാജനാണ് VSSCയുടെ ഡയറക്ടർ ആയിട്ട് സ്ഥാനം വഹിക്കുന്നത്. VSSC ഡയറക്ടർ ഡോക്ടർ A രാജരാജൻ. ഡോക്ടർ A രാജരാജനാണ് VSSC ഡയറക്ടർ. അടുത്തതായി DRDOയുടെ ചെയർമാൻ സ്ഥാനം ഇപ്പോൾ വഹിക്കുന്നത് സമീർ V കാമത്ത്. സമീർ V കാമത്തിനാണ് ഇപ്പോൾ DRDO ചെയർമാൻ സ്ഥാനം കൊടുത്തിട്ടുള്ളത്. സാമ്പത്തിക മേഖല നോക്കാം. ഇപ്പോഴത്തെ RBI ഗവർണർ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത്തെ ഗവർണറായിട്ടുള്ളത് സഞ്ജയ് മൽഹോത്ര. സഞ്ജയ് മൽഹോത്രയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ നിലവിൽ 26ാമത്തെ ഗവർണർ സ്ഥാനം വഹിക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ സ്ഥാനം 25ാമത് വഹിച്ചത് ശക്തികാന്ത് ദാസ് ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ സ്ഥാനം 25ാമത്തെ സ്ഥാനം വഹിച്ചത് ശക്തികാന്ത് ദാസ്.
ധനകാര്യ സെക്രട്ടറി ആയിട്ടുള്ളത് എം നാഗരാജു. എം നാഗരാജുവിനാണ് ധനകാര്യ സെക്രട്ടറി സ്ഥാനം ഉള്ളത്. മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായിട്ടുള്ളത് ഡോക്ടർ വി അനന്ത നാഗേശ്വരൻ. ഡോക്ടർ വി അനന്ത നാഗേശ്വരനാണ് മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ സ്ഥാനം ഇപ്പോൾ നൽകിയിട്ടുള്ളത്. SBIയുടെ ചെയർമാൻ ചല്ല ശ്രീനിവാസലു സെട്ടിക്കാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ സ്ഥാനം നൽകിയിട്ടുള്ളത് ചല്ല ശ്രീനിവാസലു സെട്ടിക്കാണ്. നബാർഡിന്റെ ചെയർമാൻ സ്ഥാനം ഇപ്പോൾ ഉള്ളത് ഷാജി കെ വിക്കാണ്. ഷാജി കെ വിക്കാണ് നബാർഡിന്റെ ചെയർമാൻ സ്ഥാനം ഇപ്പോൾ നൽകിയിട്ടുള്ളത്. സെബിയുടെ ചെയർമാൻ SEBI സെബിയുടെ ചെയർമാൻ തുഹിൻ കാന്ത പാണ്ഡയ്ക്കാണ്. തുഹിൻ കാന്ത പാണ്ഡയ്ക്കാണ് സെബിയുടെ ചെയർമാൻ സ്ഥാനം ഇപ്പോൾ നൽകിയിട്ടുള്ളത്. LICയുടെ CEO ആൻഡ് MD സ്ഥാനം വഹിക്കുന്നത് R ചന്ദർ. LICയുടെ CEOയും MDയുമായിട്ട് ഇപ്പോൾ സ്ഥാനമുള്ളത് R ചന്ദറിനാണ്. IRDAI ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത് അജയ് സേത്താണ്. IRDAIയുടെ ചെയർമാൻ സ്ഥാനം ഇപ്പോൾ ഉള്ളത് അജയ് സേത്തിനാണ്. മറ്റ് പ്രധാനപ്പെട്ട നിയമനങ്ങൾ കൂടി നോക്കാം. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ലോക്പാലായിട്ട് സ്ഥാനം വഹിക്കുന്നത് അജയ് മാണിക് റാവു കാൻവിൽക്കറിനാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ലോക്പാൽ അജയ് മാണിക് റാവു കാൻവിൽക്കർ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ സ്ഥാനം വഹിക്കുന്നത് R വെങ്കിട്ടരമണി. ഇന്ത്യയുടെ ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ R വെങ്കിട്ടരമണി. ഇന്ത്യയുടെ ഇപ്പോഴത്തെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. ഇന്ത്യയുടെ ഇപ്പോഴത്തെ CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സഞ്ജയ് മൂർത്തിയാണ്. അദ്ദേഹം 15ാമത്തെ CAG ആയിട്ടാണ് ചുമതലയിൽ ഏറ്റത്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ CAG സഞ്ജയ് മൂർത്തി. ഇന്ത്യയുടെ ഇപ്പോഴത്തെ CGA TCA കല്യാണിയാണ്. 29ാമത്തെ CGA ആയിട്ടാണ് TCA കല്യാണി ചുമതലയിൽ പ്രവേശിച്ചത്. ദേശീയ സെൻസസ് കമ്മീഷണർ ആയിട്ടുള്ളത് മൃത്യുഞ്ജയ് കുമാർ നാരായണൻ. ദേശീയ സെൻസസ് കമ്മീഷണർ മൃത്യുഞ്ജയ് കുമാർ നാരായണൻ ആണ്. റെയിൽവേ ബോർഡിന്റെ ചെയർപേഴ്സൺ ആൻഡ് CEO സ്ഥാനം വഹിക്കുന്നത് സതീഷ് കുമാറാണ്. റെയിൽവേ ബോർഡിന്റെ ചെയർപേഴ്സണും അതേപോലെ CEO സ്ഥാനവും വഹിക്കുന്നത് സതീഷ് കുമാറിനാണ്. NIAയുടെ ഡയറക്ടർ സദാനന്ദ് വസന്ത് ദത്തയാണ്. സദാനന്ദ് വസന്ത് ദത്തയ്ക്കാണ് NIA ഡയറക്ടർ സ്ഥാനം ഇപ്പോൾ നൽകിയിട്ടുള്ളത്. NIA ഡയറക്ടറായിട്ട് ഇപ്പോൾ ഉള്ളത് സദാനന്ദ് വസന്ത് ദത്തയ്ക്കാണ്. നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി അതായത് NALSAയുടെ ഇപ്പോഴത്തെ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത് ജസ്റ്റിസ് വിക്രം നാഥാണ്. നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി അതായത് നാൽസയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ജസ്റ്റിസ് വിക്രം നാഥ്. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി പ്രധാനപ്പെട്ട ഇന്ത്യയിലെ നിയമനങ്ങളും ഭരണഘടനാ പദവികളെയും കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കിയത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ PSC പഠിക്കുന്ന കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി വേണ്ടുന്ന ടോപ്പിക്സുമൊക്കെ എന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ PSC റിലേറ്റഡ് ടോപ്പിക് വൈസ് വീഡിയോസിനും മറ്റ് റാങ്ക് ഫയൽ എക്സ്പ്ലനേഷനുമൊക്കെ ആയിട്ട് എൻ്റെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതാണ്. കൂടുതൽ വീഡിയോസ് ഉടൻ തന്നെ വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.